ഇന്നൊരു അടിപൊളി ഒഴിച്ചറി ആയാലോ? അതെ, നമ്മൾ വെണ്ടയ്ക്ക കറിയും അതുപോലെ തന്നെ മോരുകറി, പലതരത്തിലുള്ള മോരുകറിയും ഒക്കെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്. നമുക്ക് വെണ്ടയ്ക്കയും കൊണ്ടാട്ടവും ഒക്കെ ചേർത്തിട്ടുള്ളൊരു അടിപൊളി കറിയാണ്. നിങ്ങൾ എന്തായാലും ഇതുവരെ ഈ ഒരു കറി ട്രൈ ചെയ്തിട്ടില്ല എങ്കിൽ ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അത് തന്നെ നമുക്ക് പെട്ടെന്ന് ഇറക്കാൻ പറ്റുന്ന ഐറ്റമാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ആദ്യം നമ്മൾ ഒരു ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെണ്ടയ്ക്ക എടുക്കുക. നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. അതിലേക്ക് നമ്മൾ കൊണ്ടാട്ട മുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ നടുക്കൂടി അതൊന്ന് കീറിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ ആ കൊണ്ടാട്ട മുളകിൻ്റെ ആ ഒരു എരിയും ഉപ്പൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടി. അപ്പം നിങ്ങൾ അതനുസരിച്ചിട്ട് ഒന്ന് കീറിയിട്ട് ചേർത്ത് കൊടുക്കുക. കൊണ്ടാട്ടം ചേർക്കുന്നതിന് മുമ്പ് തന്നെ അത്യാവശ്യം നന്നായിട്ട് വെണ്ടയ്ക്ക വാട്ടിയെടുക്കുക. എന്നുവെച്ചാൽ മുളക് പെട്ടെന്ന് വാടി കിട്ടുമല്ലോ, ഫ്രൈ ആയി കിട്ടുമല്ലോ. അതുകൊണ്ട് അതിനുശേഷം നമ്മളിത് കോരി മാറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. അതിനുശേഷം നമ്മൾ ആ ചട്ടിയിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക. അതുപോലെ തന്നെ ഇഞ്ചി ചേർക്കുക. പിന്നെ നമ്മൾ കൊച്ചുള്ളിയോ സവാളയോ നമ്മളൊന്ന് കടുക് താളിക്കുന്ന രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്ത് ഒന്ന് ചെറിയ കളർ മാറുന്നിടം വരെ ഇതൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ചേർത്ത് വെച്ചിരുന്ന ആ ഒരു ഫ്രൈ ചെയ്ത് വെച്ചിരുന്നില്ലേ വെണ്ടയ്ക്കയും കൊണ്ടാട്ടും, അതും കൂടി ഇതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. അതിന് മുമ്പ് നമ്മൾ ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കറിവേപ്പില നിങ്ങളുടെയൊക്കെ അനുസരിച്ച് നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ടേസ്റ്റ് ഇതിന് നല്ലതായിരിക്കും. അപ്പോൾ കറിവേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം നമ്മളൊന്ന് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിരുന്ന ആ കൊണ്ടാട്ടവും വെണ്ടയ്ക്കയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വാട്ടിയെടുക്കുക. ഇനിയും നമ്മൾ ഓൾറെഡി ഇത് നന്നായിട്ട് ഫ്രൈ ആയതാണ്. പിന്നെ നമ്മൾ ഒത്തിരി നേരം വിട്ട് ഇനി അത് ഫ്രൈ ചെയ്ത് എടുക്കേണ്ട. പക്ഷെ എന്നാലും ആ കടുക് താളിച്ചതിൻ്റെയൊക്കെ കൂടിയിട്ട് ഒരു 2 മിനിറ്റ് എന്തായാലും ഒന്ന് വാട്ടിയെടുക്കുക. പിന്നെ ഇത് തയ്യാറാക്കുമ്പോൾ നമ്മൾ മാക്സിമം സിമ്മിലാക്കി തന്നെ ചെയ്യുക. പിന്നെ ഉപ്പ് ഓൾറെഡി മുളകിന് ഉപ്പ് കാണും. അതുകൊണ്ട് ഉപ്പ് നിങ്ങൾ കുറച്ചിടുക. പിന്നെ അതിൻ്റെ കൂടെ ഒരു നുള്ളു പഞ്ചസാരയും കൂടെ ചേർക്കണം. പഞ്ചസാര ചേർക്കാതിരിക്കരുത്. ഒരു നുള്ളു പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് തൈര്, ഇത് ഞാൻ ഇച്ചിരി വെള്ളം കൂടി ചേർത്തിട്ട് ഇച്ചിരി ലൂസാക്കി എടുത്താണ്. നിങ്ങളുടെ കയ്യിൽ അതല്ല കട്ട തൈര് തന്നെ ഉണ്ടെങ്കിൽ കട്ട തൈര് തന്നെ ചേർത്ത് കൊടുക്കുക. അതാകുമ്പോൾ നല്ല തിക്കായിട്ട് തന്നെ കിട്ടും. ഞാൻ പക്ഷേ ഇതിൽ ഇച്ചിരി വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഇച്ചിരി ഒന്ന് ലൂസാക്കി എടുത്തേ ഉള്ളൂ. നിങ്ങൾക്ക് അതെല്ലാം നല്ല കട്ടിക്ക് തന്നെ വേണമെങ്കിൽ വെള്ളം ചേർക്കാതെ നമ്മൾ നല്ല കട്ട തൈര് ഉടച്ചിട്ട് ആ ഒരു തിക്നെസ് തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി നിങ്ങൾ ഇതിലേക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കുക. ഉപ്പൊക്കെ ഓൾറെഡി മുളകിൽ ഉള്ളതനുസരിച്ചിടുക. പിന്നെ നിങ്ങൾക്ക് കായപ്പൊടി വേണമെങ്കിൽ ഒരു നുള്ള് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോഴത്തേക്കിനും നമ്മുടെ അടിപൊളിയായിട്ടുള്ള വെണ്ടയ്ക്കയും കൊണ്ടാട്ടും ഒക്കെ ഉള്ള മോരുകറി തയ്യാറായിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. നമ്മൾ ഇതിനകത്ത് വേറെ സ്പൈസസ് മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കണം. അപ്പോൾ ഓക്കെ, താങ്ക് യു.